പരിശുദ്ധ ഖുർആനിലെ 6-ാമത്തെ അധ്യായമാണ് സൂറത്തുൽ അൻആം. അൻആം എന്ന് പറഞ്ഞാൽ ആട്, മാട്, ഒട്ടകം എന്നിവയ്ക്കാണ് അറബിയിൽ അൻആം എന്ന് പറയുന്നത്. നാൽക്കാലി മൃഗങ്ങൾ. മനുഷ്യർക്ക് സേവനത്തിനും ആഹാരത്തിനുമായി അള്ളാഹു നമുക്ക് സൃഷ്ടിച്ചു തന്ന മൃഗങ്ങളെക്കുറിച്ച് ഈ സൂറത്തിൽ പറയുന്നത് കൊണ്ടാണ് ഈ സൂറത്തിൽ അൻആം എന്ന് പേര് വന്നത്. 166 ആയത്തുകളാണ് ഈ സൂറത്തിനുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വ തആല പാരായണം ചെയ്യാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, സാധാരണ ഒരു ആയത്ത്, 2 ആയത്ത്, പല ആയത്തുകളായിട്ടാണ് വഹി ഇറങ്ങാറുള്ളത്. എന്നാൽ അൻആം സൂറത്ത് ഒറ്റ കൂട്ടമായിട്ട് എല്ലാ ആയത്തുകളും ഒരുമിച്ചൊരു സൂറത്തായിട്ട് അള്ളാഹു ജിബ്രീൽ മുഖേന എനിക്ക് ഇറക്കി തന്നപ്പോൾ 70,000 മലക്കുകൾ ഉച്ചത്തിൽ തസ്ബീഹും തഹ്മീദും ചൊല്ലിയാണ് ഇതിനെ ഏറ്റെടുത്തത്, യാത്രയാക്കിയത് എന്ന് പറയുന്നത് കാണാം. ഇതിൻ്റെ ഓരോ ആയത്തിൻ്റെ എണ്ണം കണ്ട് ഓരോ രാപ്പകലിലും 70,000 മലക്കുകൾ ഗുണത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നതും പാപമോചനത്തിന് വേണ്ടി ഇരക്കുന്നതുമാണ് എന്ന് തഫ്സീറുൽ ബൈളാവിയിൽ നമുക്ക് നോക്കിയാൽ കാണാം. അതുപോലെ തന്നെ വിവാഹം, വീട്, വാഹനം എന്നിവയുടെയൊക്കെ തുടക്കത്തിൽ അൻആം കൊണ്ടായാൽ അതിൽ ഖേദം സംഭവിക്കില്ല, പ്രയാസങ്ങളുണ്ടാകില്ല എന്നുള്ളതാണ്. രോഗിയുടെ മേൽ അൻആം പാരായണം ചെയ്യൽ രോഗശമനത്തിന് നല്ലതാണ്. അതുപോലെ തന്നെ അൻആമിലെ ആദ്യ 3 ആയത്തുകൾ പാരായണം ചെയ്താൽ മലക്കുകളുടെ പ്രാർത്ഥനയിൽ നമുക്ക് ഉൾപ്പെടാൻ സാധിക്കും. അതുപോലെ തന്നെ വസ്വാസ് നീങ്ങാൻ ഈ സൂറത്ത് കാരണമാണ്. അതുപോലെ തന്നെ അൻആമിലെ 103-ാമത്തെ ആയത്ത്